ചീന സഹോദരി യുദ്ധം തുടങ്ങുകയാണ്. അങ്ങനെ മഴ തോരും മുമ്പേൽ നമ്മുടെ അലീനയ്ക്കെതിരെ സഹോദരികളെ കൊണ്ട് തന്നെ യുദ്ധം ചെയ്യിക്കാനായിട്ട് റീത്ത ഇറങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. റീത്തയുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. അതായത് അലീനയെ ഓടിച്ചു വിടണം. കൂടാതെ തന്നെയാണെങ്കിൽ സ്റ്റാലിൻ്റെ സ്വത്ത് തനിക്ക് സ്വന്തമാക്കണം. അതിനായിട്ടാണ് റീത്ത നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയായ എൽസിയുടെ കൂടെ നിൽക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റീത്തയാണെങ്കിലോ അവരുടെ പേരിൽ എല്ലാ സ്വത്തും എഴുതി വാങ്ങാൻ വേണ്ടിയും കൂടാതെ തന്നെ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായാണ് എല്ലാവരുടെയും മുൻപിൽ സംബോധന ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ പിന്നിലൊരു ചതിയുണ്ട് എന്ന് അവരാരും തിരിച്ചറിയുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സഹോദരിമാർക്കാണെങ്കിൽ ആ വീട്ടിൽ യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. കൂടാതെ നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയായ എൽസിക്കുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും തീരുമാനവും അഭിപ്രായവും ഒരാൾ ഒറ്റയ്ക്ക് തന്നെയാണ് എടുക്കുന്നത്. അത് റീത്തയാണ്. തെറ്റായാലും ശരിയായാലും താൻ തന്നെ തീരുമാനിക്കും, താൻ തന്നെ നടപ്പിലാക്കും. അവരോട് യാതൊരു ചോദ്യവുമില്ല. അതായത് റീത്തയാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനോട് ഇന്നാൾ ചെന്നപ്പോൾ പറയുന്നുണ്ട് എല്ലാവരോടും ചോദിക്കണമായിരുന്നു എന്ന്. പക്ഷേ നമ്മുടെ റീത്തയുടെ വീട്ടിൽ, അതായത് സ്റ്റാലിൻ എടുത്തു കൊടുത്തിരിക്കുന്ന വീട്ടിൽ റീത്ത സ്റ്റാലിനെ പോലെ തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് തീരുമാനമെടുക്കുന്നത് എന്ന് കാണാം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് യാതൊരു സ്വാതന്ത്ര്യമോ അവകാശമോ കൊടുക്കുന്നില്ല എന്ന് കാണാം. അതിൻ്റെയൊക്കെ ചെറിയൊരു വീഴ്ചകൾ നമ്മുടെ സഹോദരിമാർക്ക് ലഭിക്കുന്നുണ്ടെന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് പണം സ്റ്റാലിൻ കൊടുത്തിട്ടും നമ്മുടെ സ്റ്റാലിൻ്റെ ഒരു മകളെ റീത്ത ചികിത്സിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ രീതിയിൽ ഒരു അസുഖത്തിന് പിടിപെടുത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു വലിയ വീഴ്ച തന്നെയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രേക്ഷകരെ. കൂടാതെയാണ് ഇപ്പോൾ റീത്ത സ്വത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്, പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വത്ത് എങ്ങനെയെങ്കിലും തൻ്റേതും തൻ്റെ പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ സഹോദരിയെ കൊണ്ടോ സഹോദരിയുടെ മക്കളെ കൊണ്ടോ യാതൊരു കാര്യവുമില്ല. അവരുടെ പേരിലേക്ക് എഴുതിക്കുക, തുടർന്ന് തൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങാം. അതുതന്നെയാണ് റീത്തയുടെ ഉദ്ദേശവും റീത്തയുടെ ആഗ്രഹവും. ഇതേ സമയം അതെല്ലാം തിരിച്ചറിയുന്ന ഒരാളുണ്ട് എന്ന് കാണാം. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്റ്റാലി തന്നെയാണ്. കാരണം സ്റ്റാലി ഒരുപാട് പൈസ റീത്തയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗം പോലും തൻ്റെ മക്കൾക്കോ തൻ്റെ കുടുംബത്തിനോ ഉപയോഗിക്കുന്നില്ല. കാരണം ഒരുപാട് പൈസ കൊടുത്തിട്ടും സ്റ്റാലി ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, വീട്ടു ചെലവിനുള്ള പണം മാത്രമേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാളുകളായിട്ട് അവരെ കബളിപ്പിക്കുകയാണ് റീത്താമ്മ എന്ന് കാണാം. റീത്താമ്മ പറയുന്നതെല്ലാം ശരി വെച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ സമ്മതവും നിലപാടെന്ന് പറയാൻ അവർക്ക് അഭിപ്രായമൊന്നുമില്ല. റീത്താമ്മ ഒരു കണക്ക് പറയും, അവരത് അംഗീകരിക്കും. ഇപ്പോഴാണ് വലിയൊരു ചർച്ച നടത്തുന്നത്. ഇതേ സമയവും നമ്മുടെ അതായത് എൽസിയുടെ മൂത്ത മകളുടെ അടുത്ത് ചോദിക്കുകയാണ് നമ്മുടെ ഒരു അങ്കിൾ, മോളെ എന്താ നിൻ്റെ അഭിപ്രായമെന്ന്. അപ്പോഴും ചാടി നിന്നുകൊണ്ട് റീത്ത പറയുകയാണ്, എൻ്റെ അഭിപ്രായം തന്നെയാണ് അവൾക്കും എന്ന് പറയുന്നു. അവൾക്ക് പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളെ നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കും. ഞാൻ തീരുമാനിക്കുന്നോ അത് തന്നെയാണ് ശരിയെന്ന് എൻ്റെ മക്കൾക്ക് അറിയാമെന്ന് പറയുന്നു. ഒടുവിൽ സ്റ്റാലിൻ്റെ സ്വത്തിന് വേണ്ടിയുള്ള
മാർഗങ്ങൾ ഭക്ഷണത്തിനിടയിലും അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെ അച്ഛനെയും ബിഷപ്പിനെയും നാട്ടുകാരെയും ഒക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് പരിചയമുള്ളവരൊക്കെ കൊണ്ടുപോകണമെന്നും സ്റ്റാലിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നും പറയുകയാണ്. അത് വേറൊന്നുകൊണ്ടും അല്ല കേട്ടോ കുറേ പേരെ കൊണ്ടുപോകുന്നത്. സ്റ്റാലിൻ്റെ മുൻപിൽ എപ്പോഴും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഈ പറയുന്ന റീത്തയുടെ ആങ്ങളമാർ. സ്റ്റാലിൻ്റെ വിരൽത്തുമ്പിൽ നിന്നും ജീവൻ തിരിച്ചു പിടിച്ചവർ വരെ ഉണ്ട് ആ കൂട്ടത്തിലെന്ന് കാണാം. അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പകയൊക്കെ അവരോടുണ്ട്. തങ്ങളെ എപ്പോഴും പരാജയപ്പെടുത്തുന്ന അവനെ ഇത്തവണ പരാജയപ്പെടുത്തണമെന്ന് നമ്മുടെ സഹോദരങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടുകാരെ ഒക്കെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. തങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുണ്ടെന്നും കൊട്ടാരത്ത് മറ്റത്തുകാരൊക്കെ എന്തായാലും വരണമെന്നും അധികം വൈകാതെ തന്നെ എൽസി വന്നതിന് ശേഷം ഞങ്ങൾ അവിടേക്ക് എത്തുമെന്നും ഒരു ദിവസം പറയാമെന്നും അവതക്കുട്ടിയൊക്കെ വിളിച്ച് റീത്ത പറയുമ്പോൾ, ആയിക്കോട്ടെ നിങ്ങൾ വരുന്ന സമയം പറഞ്ഞാൽ മതി എന്ന് റീത്തയോട് അവതക്കുട്ടി പറയാൻ കേട്ടോ. എന്താ അവതക്കുട്ടി ഒരു അഹങ്കാരം ഒന്ന് ആക്കിയ പോലെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ വായോ നമുക്ക് തീരുമാനിക്കാമെന്നേ അവതക്കുട്ടി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേ സമയം അവതക്കുട്ടിയെയും നമ്മുടെ റീത്ത കുറ്റം പറയുന്നുണ്ട് എന്ന് കാണാം. ഇതിനിടയിൽ എൽസി വരുന്നുണ്ട് ധ്യാനമൊക്കെ കഴിഞ്ഞ്. ഇവിടെയാണെങ്കിൽ സ്റ്റാൻലി അലീനയെ കൂടെ നിർത്തുകയാണ്, അലീനയെ ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഒരാശ്വാസം ലഭിക്കുന്നുണ്ടെന്ന് കാണാം. ഒടുവിൽ നമ്മുടെ മകളാണെങ്കിൽ ആരോടും പറയാതെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും സ്റ്റാലിന് നേരെ കയർക്കുകയും ചെയ്യുമ്പോൾ അലീന കടന്നു വരുന്നുണ്ട്. ഇതാണോ പപ്പയോട് പെരുമാറേണ്ട രീതി? ഇങ്ങനെയാണോ പപ്പയോട് പെരുമാറുക എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പപ്പ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ആളാണോ ഞങ്ങളുടെ പപ്പ എന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അലീന ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങളെന്തുകൊണ്ട് നിങ്ങളുടെ പപ്പയെ ഇതുവരെയും തിരിഞ്ഞു നോക്കിയില്ല എന്നും അലീന ചോദിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളുടെ വീഴ്ചയെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അത് പപ്പയുടെ തലയിൽ ഇടരുത് എന്ന് അലീന പറയുന്നത് കാണാനായിട്ട് സാധിക്കും. കൂടാതെ അഹങ്കാരിയായ നമ്മുടെ സഹോദരി അലീനയെ പിടിച്ച് തള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റാലിൻ അത് തടയുന്നതിന് മുമ്പ് തന്നെ അലീന സഹോദരിയുടെ കരണത്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നും കാണാം. ഇത് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ്. ഇതിൽ കുറച്ച് നാളെ, ബാക്കി മറ്റന്നാൾ.